അപ്പോൾ എല്ലാവരും എങ്ങനെ പോകണു? സുഖമായിരിക്കണോ? അപ്പോൾ ഇപ്പോൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ലൈവ് വരാറുണ്ട്. അപ്പോൾ എല്ലാം ലൈവിൽ കൂടെയും ഒക്കെ നമുക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അല്ലാതെയും നമ്മുടെ ഷോർട്സ് കണ്ടിട്ടും ഒക്കെ കുറേ ഫ്രണ്ട്സിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് ഒരു 1000 ആയി. ഇതിപ്പോൾ 1228. ഞാനിപ്പോൾ വീഡിയോ ചെയ്യണതിന് മുന്നേ നമ്മുടെ 1228 മറ്റാണ് കേട്ടോ. അപ്പോൾ അത്രയും പേര് നമ്മുടെ കൂടെ കൂടിയിട്ടുള്ളതിൽ ഭയങ്കര സന്തോഷം. എല്ലാവരും ഒരേ ടേസ്റ്റുള്ള ആൾക്കാരല്ല എന്ന് എനിക്കറിയാം. ചിലവർക്ക് ഞാൻ ഇങ്ങനെ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടമാണ്, ചിലവർക്ക് പെറ്റ്സിൻ്റെ വീഡിയോസാണ് ഇഷ്ടം, ചിലവർക്ക് ലൈവ് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, പിന്നെ ചിലവർ കുക്കിംഗ് വീഡിയോസ് ചെയ്യണത് ഇഷ്ടമുള്ളവരുണ്ട്. പിന്നെ ഇനി നമുക്ക് വെറൈറ്റി വേറൊരു വീഡിയോയും കൂടി ഇന്ന് കൊണ്ടുവരുന്നതാണ് നല്ല ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളും കൂടി എടുക്കാനുണ്ട്. അപ്പോൾ ഇന്ന് നന്ദുവിന് ഒഴിവില്ല, അവൻ ഇന്ന് സ്പോർട്സാണ്. അപ്പോൾ ഇന്ന് രാത്രി എടുക്കാൻ പറ്റിച്ചാൽ എടുക്കും, അല്ലെങ്കിൽ നാളെ രാവിലത്തേക്ക് എടുത്തിട്ട് നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ. കാരണം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ സ്റ്റഡി റുട്ടീനും അതേപോലെ എത്രയാണ് മാർക്ക്, ഓണപരീക്ഷ കഴിഞ്ഞിട്ട് മാർക്ക് എത്രയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഒരു വീഡിയോ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ കുറച്ച് ഭാഗങ്ങളും കൂടി എടുക്കാറുള്ള കാരണം നമുക്കത് നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണു. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുള്ളവർ ഇഷ്ടപ്പെട്ടു വെച്ചാൽ എൻ്റെ സംസാരമോ ഞങ്ങളുടെ ചാനലിലൊക്കെ പോയി ഞങ്ങളുടെ വീഡിയോസോ ഞങ്ങളുടെ ലൈവ്സൊക്കെ ഉണ്ടാവും, അതൊക്കെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റൊന്നും ഞാൻ അങ്ങനെ പറയേണ്ടതെന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ചുരുക്കം ആൾക്കാരെ കമൻറ്റൊക്കെ ചെയ്യുന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടുപോകാമെന്നല്ലാതെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ്സ് പറഞ്ഞാലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തുക. നിങ്ങളെ എന്തെങ്കിലും സജഷൻ, ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുമോ? ഇപ്പോൾ ലൈവിലൊക്കെ ഓരോരുത്തർ വന്ന് ചോദിക്കും ഇന്ന വീഡിയോ ചെയ്യുമോ? പറഞ്ഞ പോലെ ഒരു വീഡിയോ ഷോർട്സ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് വീഡിയോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യും. ഇപ്പോൾ ഷോർട്സ് ഇടുന്ന ഒരു കുക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഒരാളുടെ സജഷനാണത്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ ചെയ്യാം എന്ന് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ടോപ്പിക്ക് കാര്യമായിട്ട് സംസാരിക്കാമെന്നുണ്ടെങ്കിൽ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ലവ് മാരേജ് ആണോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ലവ് മാരേജ് ആണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഞങ്ങൾ അറേഞ്ച്ഡ് മാരേജ് ആണ്. അപ്പോൾ എന്താ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ 15 വർഷമായിട്ടും ഞാൻ എപ്പോഴെങ്കിലും വീട്ടിൽ പോയിരിക്കുള്ളൂ, അതെന്താ കാരണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒന്നുമല്ല, നമ്മൾ പ്രസവിച്ച് കിടക്കുമ്പോഴും സംഭവങ്ങളൊക്കെ പോവും, പിന്നെ വരിക പറഞ്ഞ പോലെ അങ്ങനെ ഞങ്ങൾ വിട്ടിരുന്നിട്ടില്ല. അപ്പോൾ അത് കേട്ടിട്ടാണ് വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ലവ് മാരേജ് ആണോ എന്ന്. അപ്പോൾ അതിന് റീസൺ, ഇപ്പോൾ നമ്മൾ പ്രേമിക്കണം എന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് പ്രേമിക്കാമല്ലോ. കല്യാണം കഴിയണേ മുന്നേ മാത്രം പ്രേമിച്ചാൽ അല്ലല്ലോ അത്ര സക്സസ് ആവുമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഒന്നും പറയാൻ പറ്റില്ല. ഒക്കെ നമ്മുടെ പെരുമാറ്റത്തിൻ്റെ രീതിയിലും. ഇപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ചെയ്തിട്ടും പ്രശ്നം അനുഭവിക്കുന്നവരുണ്ട്, അല്ലാതെ ലവ് മാരേജ് ചെയ്തിട്ടും പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. അതൊക്കെ എന്താ വെച്ചാൽ എൻ്റെ ഒരു കൺസെപ്റ്റിൽ, കാരണം എല്ലാവർക്കും ഒരേപോലത്തെ ആളെ കിട്ടില്ല. പിന്നെ ഓരോരുത്തരും ഓരോ സ്വഭാവ ദൂഷ്യം ഒക്കെ ഉള്ളവരായിരിക്കും. ഞാൻ എൻ്റെ ഭർത്താവ് പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയില്ല. എല്ലാവർക്കും, എനിക്കും നമ്മൾക്കും ആദ്യം കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ എനിക്ക് സംഭവം നമ്മളൊരു 10-20 വയസ്സിലൊക്കെ അല്ലേ കല്യാണം കഴിക്കാൻ പക്വതയൊന്നും എത്തിയിട്ടുണ്ടാവില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാത്തിനും ഒരു പക്വത ഉണ്ട്, നമുക്കതൊന്നും ഇല്ല. അപ്പോൾ ഒരു ചെറിയ മൈൻഡ് തന്നെ ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഡെസ്പാവും, മൂപ്പര് എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുടെ മൈൻഡ് നമുക്ക് ഈ ഇതായ കാരണം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താ വെച്ചാൽ, നമ്മളൊരു ദാമ്പത്യ ജീവിതത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരേപോലെ നമ്മുടെ ബ്രെയിനും ഒരേപോലെ നമ്മുടെ മൈൻഡും പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയും കൂടി നമ്മുടെ ജീവിതം സന്തോഷമാവുന്നതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ. കാരണം നമ്മളോട് ദേഷ്യപ്പെടും, നമ്മൾ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക അപ്പോൾ എന്തായിരിക്കും, അപ്പോൾ ചിലപ്പോൾ അവരുടെ ഭാഗത്തായിരിക്കാം ശരി. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു മയത്തിൽ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി എടുക്കുക എന്നാണ് അത് എല്ലാവർക്കും പറ്റുള്ളന്നില്ല. കാരണം ചിലവർ ഇതപ്പോൾ നമ്മൾ ഓരോ ന്യൂസിലൊക്കെ കാണാറുണ്ടല്ലോ, അങ്ങനെയുള്ളവരുടെ അടുത്തൊന്നും നമുക്ക് ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെയൊക്കെ നമുക്ക് ഒഴിവാക്കാനേ പറ്റുള്ളൂ. പക്ഷേ എന്നോട് ഇത് ചോദിച്ചതിന് ഞാൻ പറഞ്ഞതാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. കാര്യങ്ങളില്ല എന്ന് പെർഫെക്റ്റായി പറയാൻ പറ്റില്ല, നമുക്കുണ്ടാവും. അതൊക്കെ ഇപ്പം നമ്മൾ വീട്ടിൽ നമ്മുടെ പിള്ളേരടുത്തായാലും കൂടുകയൊക്കെ ചെയ്യില്ലേ, അതൊക്കെ തീർക്കുക. അത് നമ്മുടെ ബ്രെയിനിൽ വെച്ച് ആലോചിക്കുക ഏതുകൊണ്ടാണ് നമ്മൾ അമ്മമാരോടായാലും അങ്ങനെയൊക്കെ ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ അതിൻ്റേതായിട്ടുള്ള വഴിക്ക് ഒരു സ്മൂത്തായി കൊണ്ടുപോകുക. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ മൈൻഡും നമ്മുടെ ബ്രെയിനും ഒരേപോലെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ദാമ്പത്യത്തിന്
ഏറെക്കുറെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, നല്ല രീതിയിലായുള്ള ഒരു ബന്ധമായിരുന്നാണെങ്കിൽ. അപ്പോൾ അത് അല്ലാതെ ഞാൻ പറയുന്നത് വേറൊരു ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ഓരോ ന്യൂസുകളൊക്കെ കേൾക്കണതിൽ അങ്ങനത്തെ ഭർത്താവിനെ സഹിച്ച് ഭാര്യ ഇരിക്കണം എന്ന് ഞാൻ പറയില്ല കേട്ടോ. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നമുക്ക് പറ്റില്ല, നമുക്ക് നല്ല പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫായിട്ടൊരു എന്താ പറയുക, നമുക്കൊരു റെസ്പെക്റ്റ് വേണ്ടേ? അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പെരുമാറണം കേട്ടോ. പക്ഷേ ഈ കാര്യം ഇപ്പോൾ പറയാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ ലവ് മാരേജ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വിട്ടു നിൽക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളങ്ങനെ ഒരു എന്താ പറയുക അടിയിടി ബന്ധമാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് കാണാതിരിക്കുക പിടിക്കുകയൊന്നും ചെയ്യില്ല. പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അതൊക്കെ ഉണ്ടാവും, അതൊക്കെ എല്ലാ കുടുംബത്തിലും പോലെ ഉണ്ടാവും, അതൊക്കെ അതിൻ്റേതായിട്ടുള്ള രീതിക്ക് പോകും. പക്ഷേ ഡീപ്പായിട്ടുള്ള ഒരു കാര്യങ്ങളോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞു വന്നത് ഈ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇതിപ്പോൾ വെറുതെ ഇത് സംസാരിക്കാൻ വേണ്ടി കുറച്ച് ഇൻട്രോ എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള എന്തെങ്കിലും ഒരു സ്പെഷ്യലും ഒക്കെ ഉള്ള സ്പെഷ്യൽ റെസിപ്പി ഫുള്ള് ഇട്ടിട്ടില്ല, ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയൊരു തട്ടിക്കുട്ടി വീഡിയോ, ഒപ്പിക്കുകയല്ല കേട്ടോ, നമുക്ക് പറ്റുന്ന പോലെ ഒരു മോർണിംഗ് തൊട്ടിട്ട് അത്യാവശ്യം കുക്കിംഗ് ഒക്കെ ഉള്ള പോലത്തെ ഒരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്നാൽ വീഡിയോ കണ്ടിട്ട് വരും കേട്ടോ. എൻ്റെ രാവിലത്തെ വീഡിയോ എല്ലാവരും കണ്ട് മതിയായിട്ടുണ്ടാവും അല്ലേ. രാവിലെ വരുന്നു, ആ മാവ് പൊന്തി വന്നിട്ടുണ്ടാവും, അത് കലക്കണു, ഇഡ്ഡലി ഉണ്ടാക്കണു, അതേപോലത്തെ ഒരു ദിവസം തന്നെയാണിത്. പക്ഷേ എക്സ്ട്രാ ഒരു പണിയും കൂടി ഉണ്ടെന്ന് മാത്രം. അത് പോകാൻ നമുക്ക് കാണാം കേട്ടോ. അപ്പം മാവൊക്കെ അത്യാവശ്യം പൊന്തി പോവാറായിട്ടുണ്ടായിരുന്നു. താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോക്കാം കേട്ടോ. എന്താ വെച്ചാൽ അത് വൃത്തിയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഉള്ള മൂഡ് കംപ്ലീറ്റ് അങ്ങോട്ട് പോകും, സമയവും പോവും. സമയം ബാലൻസ് ചെയ്തിട്ടല്ലേ നമ്മൾ ഓരോന്ന് ചെയ്യുക. അപ്പോൾ ഇഡ്ഡലി ആവണ നേരം കൊണ്ട് ഞാൻ ചായ കുടിച്ചു, ഇഡ്ഡലി ആയി, ചട്നിയും ചമ്മന്തിയൊക്കെ ആയിരുന്നു, അതൊന്നും ഞാൻ കാണിച്ചില്ല കേട്ടോ. അങ്ങനെ ചാരമൊക്കെ അങ്ങോട്ട് വാരി വിളക്ക് വെക്കുക എന്നാണ് പറയണത്, എന്തൊക്കെയാണ് പറയണത് ഞാൻ. അപ്പോൾ അടുപ്പ് തീ കൂട്ടാൻ വെക്കുക, എനിക്ക് എൻ്റെ വായിൽ എന്തൊക്കെയോ വരുന്നുണ്ട് കേട്ടോ. കുറച്ചായിട്ട് എന്തോ ക്ലിയർ ഒന്നും ഇല്ല, എന്തൊക്കെയൊക്കെയോ എവിടെയൊക്കെ പിരിയൊക്കെ ഇളകിയിട്ട് തോന്നണം. അപ്പോൾ അടുപ്പൊക്കെ ഒന്ന് തീ പിടിപ്പിക്കാനുള്ള പരിപാടിയാണ്. നന്നായിട്ട് തുടയ്ക്കൽ ആഴ്ചയിൽ 2 ദിവസമാണ് നന്നായി തുടയ്ക്കൽ കേട്ടോ. കഴുകി വിട്ട് തുടയ്ക്കുക, അല്ലാത്ത ദിവസം ഞാനിങ്ങനെ റഫായി ഒന്ന് തുടയ്ക്കുക ചെയ്യാറ് കേട്ടോ. പുറത്തടുപ്പല്ലേ, അപ്പോൾ നമ്മൾ നല്ല ഡീപ്പ് ക്ലീനിങ് ആഴ്ചയിൽ എപ്പോഴെങ്കിലും ചെയ്യുള്ളൂ. അപ്പോൾ നല്ല ദോശ, അത് ഏട്ടൻ പറയായിരുന്നു, അടുപ്പ് രാവിലെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചപ്പോൾ ഏട്ടൻ പറയും എനിക്ക് ദോശ വേണം, ഇഡ്ഡലി അവിടെ ഉണ്ട്, അപ്പോൾ എനിക്ക് അടുപ്പിലുണ്ടാക്കിയ ദോശ വേണം പറഞ്ഞു. ശരി വെച്ചിട്ട് കല്ലൊക്കെ വെച്ച് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ കുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്കും അത് മതിയെന്ന്. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, ആ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചത് എങ്ങനെയായാലും ചിലവാകും കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ദോശയൊക്കെ നന്നായിട്ട് കിട്ടും. സംഭവം എങ്ങനെയായാലും നമ്മളിപ്പോൾ കല്ലിലുണ്ടാക്കുകയാണെങ്കിലും നമ്മൾ അടുപ്പിലുണ്ടാക്കണത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. പ്രത്യേകിച്ച് ദോശയ്ക്ക് ഒരു പ്രത്യേക മണം വരും. പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛമ്മയൊക്കെ എനിക്ക് ഉണ്ടാക്കി തരണം, ആ ഒരു ദോശയുടെ സ്മെല്ലൊക്കെ വരും, കാരണം അവരൊക്കെ അടുപ്പത്തല്ലേ ഉണ്ടാക്കുക, ഗ്യാസൊക്കെ ഇപ്പോഴല്ലേ വന്നത്. അപ്പോൾ അങ്ങനെ ദോശകളൊക്കെ ഉണ്ടാക്കും തോറും ഓരോരുത്തർ വന്ന് എടുത്തെടുത്ത് കൊണ്ടുപോകാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഏട്ടൻ വന്നപ്പോൾ പറഞ്ഞു, ഏട്ടൻ കുറച്ച് കഴിഞ്ഞിട്ട് മതി പറഞ്ഞു. അപ്പോൾ അത് മാവ് മാറ്റി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ചോറിനുള്ള വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ചോറ് ആവാറായി ഏകദേശം, പരിപ്പ് വേവിക്കാട്ടു. അപ്പോൾ എന്തായാലും ഇന്നൊക്കെ അടുപ്പിലും കൂടെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് കൂട്ടാൻ്റെ കാര്യം ബാക്കി ആ ഭാഗം വെറുതെ ഒഴിഞ്ഞു പോകില്ലേ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്നാൽ ശരി വാക്ക് എനിക്ക് കഴിക്കാറായി എന്ന് പറഞ്ഞപ്പോൾ മൂപ്പർക്ക് ഉള്ളിദോശ വേണം പറഞ്ഞു. അപ്പോൾ നെയ്യൊക്കെ ഇട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിദോശ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നെയ്യ് ഒഴിച്ചിട്ടുള്ളതൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ അങ്ങനെ ദോശയെക്കാട്ടിലും ഇഷ്ടം എനിക്ക് ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു. കുട്ടികളൊക്കെ കഴിച്ചിട്ട് സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല നെയ്യൊക്കെ ഒഴിച്ചിട്ടുള്ള നല്ല ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള, ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട് കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള, ചെറിയ ഉള്ളി അല്ല സവാള തന്നെ ഇത്, അതൊക്കെ ഉണ്ടാക്കി നിങ്ങളെ കാണിച്ച് കൊതിപ്പിക്കാമെന്ന് വിചാരിക്കരുത് കേട്ടോ. പക്ഷേ ഞാൻ കഴിച്ചത് ഇഡ്ഡലിയും സാമ്പാർ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത് കാണിച്ചിട്ടില്ല കേട്ടോ. ഇഡ്ഡലിയും ചട്നിയും പൊടിയായിരുന്നു കേട്ടോ. എന്നാൽ എനിക്കതാ ഇഷ്ടം, എനിക്ക് പണ്ട് മുതൽക്കൊണ്ടേ അങ്ങനെ ഇഷ്ടം. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് അയില വാങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഷോർട്സ് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, അയിലയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. അപ്പം നല്ല മുരിങ്ങയുടെ ഇലയും കൊണ്ട് നല്ല കറി, ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം മുരിങ്ങയുടെ ഇലക്കറി. അപ്പോൾ നമ്മുടെ അയില അപ്പുറത്ത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, സ്പെഷ്യൽ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യൂ കേട്ടോ ഷോർട്സിൽ. അപ്പം നമ്മുടെ അയില റെസിപ്പിയൊക്കെ റെഡിയായി. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ ഊണ് കഴിക്കായിരുന്നു കേട്ടോ. ഇതുവരെയുള്ളൂ ഈ വീഡിയോ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടു വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.